കോഴിക്കോട് വെസ്റ്റിൽ വിജിൽ തിരോധാന കേസിൽ നിർണായക പരിശോധന ഇന്ന്. വിജിലിന്റെ മൃതദേഹം കല്ലിൽ കെട്ടി താഴ്ത്തിയെന്ന് പ്രതികൾ മൊഴി നൽകിയ സരോവരത്തെ ചതുപ്പിലാണ് പരിശോധന. ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ വെള്ളം വറ്റിക്കുന്ന പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തൊക്കെ നടപടികളാണ് ഇന്നുണ്ടാകുക? കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന, റീജിത്ത്. ഇന്നത്തെ പരിശോധനയിലൂടെ വിജിലിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉറപ്പായും ലഭിച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സരോവരത്തിന്റെ കനാലിന്റെ നേരെ എതിർവശത്തെ ചതുപ്പിലാണ് മൃതദേഹം താഴ്ത്തി എന്ന ഈ സുഹൃത്തുക്കൾ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രണ്ടു പ്രതികൾ, അതായത് ഒന്നാം പ്രതി നിഖിൽ, മൂന്നാം പ്രതി ദീപേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന നടന്നത്. പൂർണ്ണമായി ചതുപ്പിലെ വെള്ളം ഇപ്പോൾ വറ്റിച്ചിട്ടുണ്ട്. അതൊരു പ്രതിസന്ധിയായി തുടരുകയായിരുന്നു. എന്തായാലും ആ വെള്ളം വറ്റിച്ചു. ഇനിയിപ്പോൾ ഇന്ന് നടത്തുന്ന പരിശോധനയിലൂടെ രാവിലെ 9 മണി മുതൽ പരിശോധനകൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 9 മണിക്ക് ആരംഭിക്കുന്ന പരിശോധനയിലൂടെ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. എലത്തൂർ പോലീസ് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെ ഇന്നത്തെ ഈ പരിശോധനയിൽ വെച്ചു പുലർത്തുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം പോലീസ് നായ്ക്കളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. ഇന്നലെയാണ് പ്രതികളെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായതും. എന്തായാലും ഈ മൃതദേഹം ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതികളുടെ മൊഴികളുണ്ട് എന്നിരിക്കെ പോലും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള രേഖകൾ കൂടി ലഭ്യമാകണമെങ്കിൽ അതിനെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചേ മതിയാകൂ. അത് ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. നിഖിൽ, എന്തെങ്കിലും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഈ തെരച്ചിലിന് ഉപയോഗപ്പെടുത്തേണ്ടി വരുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കിടാവർ നായകളൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഇതിനായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള ആലോചന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ നിഖിൽ? തീർച്ചയായും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ GPS സൗകര്യം അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് ഇന്നലെ എലത്തൂർ CI പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മൃതദേഹ അവശിഷ്ടം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഈ ചതുപ്പിൽ മൃതദേഹ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത് ഉറപ്പായും ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. അവരെല്ലാം വളരെ ആത്മവിശ്വാസത്തിലാണ്. ഈ പ്രതികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു ഇന്നലെ നടത്തിയിരുന്നത്. നമുക്കറിയാം ആ പ്രദേശത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങളൊന്നും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ തഹസിൽദാർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം മാത്രമാണ് ഉള്ളത്. ഇന്നും ആ സാന്നിധ്യം തുടരും. ഇന്ന് മൃതദേഹം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.